അപ്പൊ ഇന്ന് നമുക്ക് സൂപ്പർ ആവോലി കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലൻ ആവോലി. ഇത് വെച്ചിട്ട് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മീന് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യാം. വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിന് പീസാക്കി എടുക്കണം. ഒരു 2, 3, 4, 5, 6, 7, 8, 9 കഷ്ണത്തോളം ഉണ്ട്. നമുക്കിനി ഇതിന് പുരട്ടി വയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മൾ ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോഴേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മീനിന് പുരട്ടി വെക്കാനുള്ള മസാല തയ്യാറാക്കി മീനകത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അതിനുശേഷം അത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം അതിനുള്ള മീനകത്ത് പുരട്ടാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. 3, 4, 5, 6 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, പച്ചമുളക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചേർത്താൽ മതി. ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണമാക്കിയിട്ട് കൊടുക്കാം. മറ്റതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2, 3 സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഇരുന്നോട്ടെ, കുറച്ച് ഉപ്പ്, കറിവേപ്പില, പകുതി നാരങ്ങയുടെ നീര് ഇങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത്രയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല പേസ്റ്റായിട്ട് അരച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മീനിനകത്തോട്ട് നമുക്ക് പുരട്ടി വയ്ക്കാം. തേച്ച് പിടിപ്പിക്കാം. എല്ലായിടും നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ തേച്ച് എടുക്കണം. അപ്പൊ നമ്മള് മീൻ മസാല പുരട്ടി വെച്ച് ഇനിയിപ്പോ അടുത്തത് എന്തൊക്കെ നമുക്ക് അരി, ബിരിയാണി അരി, ജീരകശാല അരി ചെറിയ അരിയാണിത്. എന്നിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇത് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഉപ്പ്, ഇത് മല്ലിയില, ചെറിയ ഉള്ളി, പച്ചമുളക്, സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ നീര് റൈസിലൊഴിക്കാനുള്ളതാണ്. പിന്നെ ഓയില്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചേർക്കാൻ വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് മാറ്റി വെക്കണം. പച്ചമുളകും ഉള്ളിയും ചതച്ച് വേറെ മാറ്റി വെക്കണം. എന്നിട്ട് ഉള്ളി അരിഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് ഈ ഉള്ളി അരിഞ്ഞെടുക്കാം. വറുത്തെടുക്കാനുള്ള ഉള്ളി നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നാലും നമുക്ക് ഒരേ ഇതിലും മൂത്ത് കിട്ടത്തുള്ളൂ. റൈസിനുള്ള വെള്ളം വയ്ക്കാം. നമുക്കിതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, ജാതിപത്രി, ഉപ്പും കൊള്ളണം. ഒരു ടീസ്പൂൺ നെയ്യും കൊഴിക്കാം. ഇത്രയും നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോട്ട് അരി കഴുകി ഇതിനകത്തിട്ട് കൊടുക്കാം. വറുത്തെടുക്കാനുള്ള സാധനം എല്ലാം വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് ഓയിൽ ഒഴിച്ച് വറുത്തെടുക്കാനുള്ള സവാള ഇതിനകത്തിട്ട് വറുത്തെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. സവാള ഇട്ട് വറുത്തെടുക്കാം. മൂപ്പിച്ചെടുക്കണം.
അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരാം. മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരാം. ചൂട് എണ്ണയിലോട്ടേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യത്തില്ലേ, അപ്പോഴീ നമുക്ക് അതിനകത്തോട്ട് ഒരു കളറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫിഷ് നമുക്ക് തയ്യാറാക്കണ്ടേ ബിരിയാണിക്കുള്ളേ. പൊരിച്ചത് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ചോറിലോട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അരി വെന്തിട്ടുണ്ട്. അരി ചോറ് തയ്യാറായി കേട്ടോ. ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. ഈ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഇത് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനകത്ത് ഉപ്പ് ഇതെല്ലാം പുരട്ടി ഫ്രൈ ചെയ്തതല്ലേ, അതനുസരിച്ച് ഉപ്പ് കുറച്ച് ചേർക്കാം. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർക്കാം, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ചമുളക് ഉള്ളിയും കൂടെ ചതച്ചത്, ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പഴന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ട് വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇത് നല്ലോണം മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമണം മാറി നല്ല വൃത്തിയായിട്ടത് മൂത്ത് വരുമ്പോൾ അടുത്തായി ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ പൊടിയൊന്നും മിക്സ് ചെയ്ത് മൂപ്പിക്കണം. മസാല എല്ലാം മൂത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ തക്കാളി ചേർത്ത് വെക്കാം. ഇത് ചെറിയ തക്കാളി കൊണ്ട് 2 തക്കാളി എടുത്തേക്കുന്നത്, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മൂത്ത് വരണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ഉടഞ്ഞ്, തക്കാളിക്കൊക്കെ ഉടഞ്ഞ് നല്ല വൃത്തിയായിട്ട്. നമുക്ക് ഇതിനകത്തോട്ട് ശകലം ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ശകലം ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഇതിനകത്ത് മീൻ ഇടാനായതുകൊണ്ടാണ് ഈ ചൂടുവെള്ളം കുറച്ച് ഒഴിക്കാന്ന് പറഞ്ഞത്. കാരണം ഈ ഗ്രേവിയിൽ കിടന്ന മീനിന്റെ ഒരു ടേസ്റ്റിനകത്ത് ഗ്രേവിക്കകത്ത് പിടിക്കണ്ടേ. മസാലയിലോട്ട് കുറച്ച് മല്ലിയില ഇടാം.
നമ്മുടെ മസാലയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ട് ഒന്ന് ചൂടായി ഈ മീനിന്റെ ടേസ്റ്റൊക്കെ മസാലയിലോട്ട് ഇറങ്ങണം. കണ്ടിട്ട് ഇനി ഞാൻ ആവി അടയ്ക്കൂ. ഇതൊന്ന് ആവിയേറണം. ഈ മീനിന്റെ ഈ മസാലയും മീനും കൂടെ ഒന്ന് പിടിക്കണ്ടേ. ഗ്രേവിയൊക്കെ നല്ല പിടിച്ച് എല്ലാം നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ദം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവാള, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില, നെയ്യ് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിന്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. വെച്ചിട്ടൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫിഷ് ബിരിയാണിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റെസിപ്പി എന്താണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീൻ നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. കുറച്ച് മീൻ എടുക്കാം. ആ ഫിഷിൻ്റെ നമ്മുടെ ഫിഷ് മസാലയും കൂടെ തയ്യാറാക്കി മസാലയും കുറച്ച് റൈസും കൂടെ എടുത്തിട്ട് മൂന്ന് കഴിക്കാം. സൂപ്പറായിട്ട് മസാല എല്ലാം സെറ്റായി പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ആവോലിയുടെ ആ ടേസ്റ്റ് അടിപൊളി, സൂപ്പർ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളായിട്ടൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.